ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡെന്ന് വെച്ചാൽ നമ്മുടെ കേണൽ രാവിലെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കേണൽ പറഞ്ഞ് മിലിറ്ററി ബേസ് വരെ ഒന്ന് ചെല്ലണമെന്ന്. എന്തായാലും നമുക്ക് മിലിറ്ററി ബേസിലോട്ട് പോവാട്ടാ ഗായ്സ്. നമുക്ക് നേരെ നമ്മുടെ മിലിറ്ററി ബേസിലോട്ട് പോവാട്ടാ ഗായ്സ്. എന്തായാലും നമുക്ക് പിടപ്പിച്ച് നേരെ നമ്മുടെ മിലിറ്ററി ബേസിൻ്റെ ഭാഗത്തോട്ട് പോവാട്ടാ ഗായ്സ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ബൈക്ക് കൂട്ടനെ തന്നെ എടുത്തേക്കാട്ടോ ഗായ്സ്. ബൈക്കാകുമ്പോൾ നല്ല പവർ സ്പീഡ് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ബൈക്കിൽ കയറി പോവാട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൊക്കേഷനിലോട്ട് ഗായ്സ്. ഈ ഡോറൊക്കെ തുറക്കുന്നുണ്ട് ഗായ്സ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലൊക്കേഷനിലോട്ട് പോവാട്ടോ ഗായ്സ്. ഞാൻ ബൈക്ക് കത്തിച്ചു വിടുന്നുണ്ട് ഗായ്സ്. ഇപ്പുറത്തോട്ടല്ല വഴി ഗൈസ്, ചെറുതായിട്ടൊക്കെ തെറ്റുന്നുണ്ട്, കുഴപ്പമില്ല ഗായ്സ്. എന്തായാലും പോവാട്ടാ ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ മിലിറ്ററി ബേസിലോട്ട് കത്തിച്ചങ്ങ് വിടാട്ടോ ഗായ്സ്. നല്ല സ്പീഡ് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. എന്തായാലും നല്ല സ്പീഡൊക്കെ കിട്ടുന്നുണ്ട്. അയ്യോ ഗായ്സ്, ബൈക്ക് എടുത്തത് അബദ്ധമായി ഗായ്സ്. ഈ ബൈക്ക് ഭയങ്കര പ്രശ്നമാണ്. മഴ പെയ്യുന്നു, അന്നേരം നമ്മുടെ ദേഹത്തെല്ലാം വെള്ളം വീഴുന്നുണ്ട്. പക്ഷേ വെള്ളം വീണാൽ കുഴപ്പമൊന്നും ഇല്ല. എന്തായാലും പെട്ടെന്ന് പോവാട്ടോ ഗായ്സ്. നമ്മൾ പെട്ടെന്ന് മഴ വരുമെന്ന് ഓർത്തില്ല. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നേരെ പോട്ടെ ഗായ്സ്. നമ്മളങ്ങനെ നമ്മുടെ മിലിറ്ററി ബേസ് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ കേണലിനെ കാണാം ഗായ്സ്. കേണൽ എന്ത് ചെയ്യുന്നോ ആവും ഗായ്സ്. എന്തായാലും നമുക്ക് ഇറങ്ങിയിട്ട് നോക്കാം കേണലിനെ ഗായ്സ്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമുക്ക് കേണലിനെ പോയി വിളിക്കാം ഗായ്സ്. കേണൽ ആ ബംഗറി വല്ലതും കാണും. നമുക്ക് എന്തായാലും പോയി വിളിച്ചിട്ട് വരാം നമ്മുടെ കേണലിനെ ഗായ്സ്. കേണൽ വന്നിട്ടുണ്ട്. കേണലെ എന്താ വിളിച്ചത്? എടാ, എവിടെ ഒരു വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യണം, അതിനാ നിന്നെ വിളിച്ചത് ഫ്രാങ്ക്ലിനെ. എവിടാ കേണലെ വണ്ടി? എടാ, അകത്ത് കിടപ്പുണ്ട് ബംഗറി, നീ പോയി നോക്കിച്ച ഫ്രാങ്ക്ലിനെ. ശരി സാറേ, ഞാൻ പോയി നോക്കാം. എങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യണ്ട, നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ ഗായ്സ്. നമ്മുടെ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ അകത്ത് സാറിൻ്റെ ഒരു വെഹിക്കിൾ കിടപ്പുണ്ടെന്നാണ്. അത് നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാവോന്നാണ് ചോദിച്ചത് ഗായ്സ്. ഇത് കണ്ടോ ഗായ്സ്, നമ്മുടെ ലംബോർഗിനി ഊറുസാണ് ഗായ്സ്. ഈ സാറിൻ്റെ ലംബോർഗിനി അടിപൊളി ഊറുസാണ് ഗായ്സ്. ഇതെന്തായാലും ഓട്ടിക്കാൻ കിട്ടിയതോ, അത് നന്നായി. സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഇത് മോഡിഫൈഡ് ചെയ്താൽ നിനക്ക് നല്ലൊരു കിടിലൻ കാറ് ഞാൻ തരാമെന്നാണ്, ഓഫ് റോഡ് അടിക്കുന്നത്. എന്തായാലും നല്ല കാര്യം ഗായ്സ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഊർസ് വണ്ടി എടുത്ത് നേരെ നമ്മുടെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലോട്ട് പോവാട്ടോ ഗായ്സ്. നമുക്ക് എന്തായാലും സ്പീഡിൽ നമ്മുടെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലോട്ട് പോവാട്ടോ ഗായ്സ്. ഈ സിറ്റിയിലെ വലിയ മെക്കാനിക്കാണ് ബെന്നി. GTA 5 ഇങ്ങോട്ട് താമസം മാറിയിട്ടുണ്ട് ബെന്നി. എന്തായാലും നമുക്ക് നേരെ പോവാട്ടോ ഗൈസ് നമ്മുടെ ബെന്നി അണ്ണൻ്റെ ഗാരേജിലോട്ട്. നമുക്ക് എന്തായാലും കത്തിച്ചങ്ങ് വിടാട്ടോ ഗൈസ്. ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. വെള്ളപ്പൊക്കമോ വല്ലതും വരുമോന്നും എനിക്കറിയത്തില്ല. എന്തായാലും കുഴപ്പമൊന്നും ഇല്ല ഗൈസ്. നമുക്ക് എന്തായാലും കത്തിച്ച് വിടാട്ടോ. നമ്മളെന്തായാലും പവറായിട്ട് വിടുന്നുണ്ട്. നല്ല സ്പീഡ് തന്നെ നമ്മൾ വണ്ടിക്ക് കിട്ടുന്നുണ്ട് ഗായ്സ്. നമുക്ക് പിടച്ചു വിടാം ഗായ്സ്. നമ്മൾ ആ സ്പീഡിൽ വിട്ടോണ്ടിരിക്കുവാണ്. അടിപൊളി സ്പീഡിൽ തന്നെ വിടണം ഗായ്സ്. നമുക്ക് എന്തായാലും സ്പീഡിൽ തന്നെ വിടാട്ടോ ഗായ്സ്. നമ്മൾ സ്പീഡിൽ വിടുന്നുണ്ട് ഗായ്സ്. ഗായ്സ് എങ്ങനെയെങ്കിലും എത്തിയേ പറ്റത്തുള്ളൂ ഗായ്സ്. കഴിഞ്ഞ വീഡിയോയിലൊന്നും നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നിട്ടില്ല. ഈ വീഡിയോയിലെങ്കിലും സപ്പോർട്ട് തരണേ. ഞാൻ കഷ്ടപ്പെട്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. ചുമ പോലും മൈൻഡ് ചെയ്യാതാണ് വീഡിയോ ഒക്കെ ഡബ് ചെയ്യുന്നത്. എന്തായാലും സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ പോവാട്ടോ നമ്മുടെ കാറും കൊണ്ട് ബെന്നിയുടെ വർക്ക്ഷോപ്പിലോട്ട്. കുറച്ച് ദൂരം ഉണ്ട് ഗൈസ് ഈ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ എത്താൻ. നമുക്ക് എന്തായാലും ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും പോവാട്ടോ. GTA 5 ബെന്നിയുടെ ഗാരേജ് ഇങ്ങനെയാണ്. എന്തായാലും നമുക്ക് നേരെ കയറാട്ടോ അകത്തോട്ട് ഗായ്സ്. കയറാൻ പാടാണല്ലോ ഗായ്സ്.
അയ്യോ ഗായ്സ്, ഇന്ന് ബെന്നിയുടെ മെക്കാനിക് ഷോപ്പ് അവധിയാണ്. ഗായ്സ് തുറക്കാത്തതുണ്ടോ ഗായ്സ്? ഇന്ന് മെക്കാനിക് ഷോപ്പ് അവധിയാണ് ഗായ്സ്. ഇനി എന്ത് ചെയ്യും? നമുക്ക് കേണലിനോട് തന്നെ ചോദിക്കണം. ഗായ്സ് നമുക്ക് കേണലിനോട് ചോദിക്കാം. ആദ്യം നമുക്ക് ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് നമ്മുടെ കേണൽ മച്ചാനെ വിളിച്ച് ചോദിക്കാം. ഗായ്സ് നമുക്ക് ഇവിടെ നിന്നിട്ട് നമ്മുടെ കേണലിനെ ഒന്ന് വിളിച്ച് നോക്കാം. ഗായ്സ് നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ട്. ഹലോ കേണലെ, നിങ്ങൾ വണ്ടി എവിടാ വെച്ച്? ഇവിടെ ഗാരേജ് ഇല്ല, തുറന്നിട്ടില്ല. അതുകൊണ്ട് എന്തോ ചെയ്യും? എടാ, നീ ആ ഗാരേജിൻ്റെ പുറവിലെ വണ്ടി ഇട്ടിട്ടില്ല സാറേ എന്ന്. ഗായ്സ് നമ്മുടെ സാറ് പറഞ്ഞേന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ഒരു സർപ്രൈസ് വണ്ടിയൊക്കെ ഉണ്ടെന്നാണ്. എന്തായാലും നമുക്ക് വണ്ടി കൊണ്ട് പുറവി ഇട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് മിലിറ്ററി കേണൽ അയച്ച ലൊക്കേഷനിലോട്ട് പോകണം. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് പുറവിലോട്ട് ഇടാട്ടെ ഗൈസ്. എന്തായാലും പുറവിലോട്ട് പിടച്ചിടാം ഗൈസ്. നമ്മളെന്തായാലും വണ്ടി ഓട്ടിച്ച് പുറവിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് ഇറങ്ങാം. അയ്യോ ഗൈസ് വേണ്ട, ട്രാപ്പായി പോയി ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോട്ടെ ഗൈസ്. നമ്മളിവിടെ ട്രാപ്പായി പോയിട്ടുണ്ട്. നമുക്ക് ഇനി ആദ്യം തൊട്ട് കയറാം ഗൈസ്. ഇനി നമുക്ക് ബാക്ക് എടുക്കാം ഗൈസ്. നമുക്ക് നേരെ ഇച്ചിരൂടെ അങ്ങോട്ട് കയറ്റിയിടാം, അല്ലെങ്കിൽ ആരെങ്കിലും കട്ടോണ്ട് പോവും ഗൈസ്. നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ കേണൽ അയച്ച ലൊക്കേഷനിലോട്ട് പോകണം. എങ്ങനെ പോവുമോന്നറിയത്തില്ല. എങ്കിലും അവന്മാരുടെ വണ്ടി അടിച്ചു മാറ്റി പോകേണ്ടി വരും ഗൈസ്. ഇവിടെ അങ്ങ് വണ്ടി കാണാനില്ലല്ലോ ഗൈസ്. വണ്ടിക്കാരോ ഗൈസ്. ഇവിടെ എങ്ങും വണ്ടി കാണുന്നില്ല ഗൈസ്. വണ്ടി എന്ത് ഗൈസ്? ഇവിടെ എങ്ങും കാണാനില്ല ആരുടെയും വണ്ടി ഗൈസ്. എങ്ങനെങ്കിലും ഒരു വണ്ടി ഒപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും ഗായ്സ്. നമുക്ക് എന്തെങ്കിലും ഒരു വണ്ടി മോഷ്ടിക്കാം ഗായ്സ്. ദാ ഒരു വണ്ടി വരുന്നുണ്ട്, വാഗണർ ഗായ്സ്. നമുക്ക് അവൻ്റെ അടുത്ത് ഇറങ്ങാൻ പറയാം. ഇറങ്ങടാ പട്ടി. അത് പുറന്ന് കയറാം. പോടാ മോനെ ഗായ്സ്. അവനെ പുറത്താക്കിയിട്ടുണ്ട്. അവൻ പോലീസ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അത് നമുക്ക് കുഴപ്പമില്ല ഗായ്സ്. രണ്ടാളും പോട്ടാ ഗായ്സ്. നമുക്ക് പോവാം. കേണൽ അയച്ചതെന്ന് വെച്ചാൽ നമ്മുടെ പാർക്കിൻ്റെ ലൊക്കേഷനാണ്. പാർക്കെന്ന് വെച്ചാൽ ഇച്ചിരി ഡേഞ്ചറാണ്. അവിടെ സിംഹമൊക്കെ ഉണ്ട് ഗൈസ്. അത് കുഴപ്പമില്ല ഗൈസ്. എന്തായാലും പോവാട്ടാ ഗൈസ്. നമ്മൾ പഠിപ്പിക്കുവാണ് ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ കാടിൻ്റെ ഭാഗത്തോട്ട് പോകട്ടെ ഗൈസ്. ഇതാണ് നമ്മുടെ അടിപൊളി കാട് ഗൈസ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി അന്വേഷിക്കാം നമ്മുടെ വണ്ടി എവിടെയാണെന്ന് ഗൈസ്. എന്തായാലും നമുക്ക് വണ്ടി ഇച്ചിരൂടെ മുമ്പോട്ട് ഇട്ടിട്ട് പോയി അന്വേഷിക്കാം ഗൈസ്. എന്തായാലും നമുക്ക് പോയി അന്വേഷിക്കണം ഗൈസ്. ഇവിടെ എങ്ങും വണ്ടി കാണാനില്ല ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. കേണൽ പറഞ്ഞ് നിൻ്റെ വീട്ടിൽ കൊണ്ടിട്ടെന്നാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തി ഗൈസ്. ദാ വീട്ടിൽ വണ്ടിയുണ്ട് ഗൈസ്. നമ്മുടെ അടിപൊളി ജീപ്പ് റാംഗ്ലറാണ് ഗൈസ്. കേണൽ നല്ലവനാണ്, നമുക്ക് ജീപ്പ് റാംഗ്ലർ തന്നിട്ടുണ്ട്. ജീപ്പ് റാംഗ്ലർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ലൈക്ക് കൊടുക്കണേ. നമ്മളെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ചുമയൊക്കെ ആണ്, എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട് ഗായ്സ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ ഗായ്സ്. കേണൽ എന്ന വണ്ടി അടിപൊളിയാണ് ഗായ്സ്. അയ്യോ ഗായ്സ്, കുളത്തിൽ പോയേനെ. ഇപ്പം നമ്മളെങ്ങനെയോ തിരിച്ചെടുത്തിട്ടുണ്ട്. കുളത്തിൽ പോയെങ്കിൽ വൻ സീനായേനെ ഗായ്സ്. നമുക്ക് നമ്മുടെ വണ്ടി വിട്ടേക്കാം ഗായ്സ്. നല്ലൊരു കിടിലൻ വണ്ടിയാണ് ഗൈസ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബും ചെയ്തേക്കാം. നമ്മൾ അടുത്ത ദിവസം ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ ബൈ.